ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്താ ചേച്ചി ചിരിക്കുന്നത്? ഒന്നുമില്ല, തയ്യാറുള്ളൊരു മനസ്സ് നിനക്കുള്ളതുകൊണ്ടാ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ നീ വരുന്നേ. ആ അല്ലെങ്കിൽ നീ എന്നെ ചീത്ത പറഞ്ഞ് തിരിഞ്ഞു കിടന്നേനെ. അതൊക്കെ മുൻപല്ലേ ചേച്ചി. ഇനി ഞാൻ ചേച്ചിയെ വഴക്കൊന്നും പറയില്ല. ചേച്ചി എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ശ്രമിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വാ, ഒരു പ്രശ്നം വന്നാ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും ഇങ്ങനെ ടെൻഷനാവല്ല വേണ്ടത്. അതെങ്ങനെ പരിഹരിക്കാന്ന് ചിന്തിക്കണം. എന്നിട്ട് പഴയതിലെ ഊർജത്തില് പെരുമാറണം. മനസ്സിലായോ? കഴിക്കേ കഴിക്കേ. ചേച്ചി കഴിക്കേ. ഈ രുചി എന്താന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. നീ മനസ്സറിഞ്ഞ് എപ്പ എന്നോട് ക്ഷമ പറഞ്ഞോ അപ്പൊ മുതൽ എന്റെ സന്തോഷത്തിന്റെ അളവ് എനിക്കറിയില്ല. മോള് കഴിക്കേ. എന്നോട് ഇവിടെ ഉള്ളവർ പഴയതുപോലെ ആവോ ചേച്ചി? എന്നോട് സംസാരിക്കോ? ചെറിയ വിഷമം പിണക്കൊക്കെ എല്ലാവരുടെ ഉള്ളിലും കാണും. അത് മാറ്റിയെടുക്കേണ്ട നിന്റെ പെരുമാറ്റം കൊണ്ടാ. നിന്റെ പെരുമാറ്റത്തിൽ നിന്ന് ബോധ്യമാവണം അവർക്ക് നിന്നിലുള്ള മാറ്റം. ചേച്ചി എല്ലാത്തിനും നിന്റെ കൂടെയുണ്ട്. വന്നേ. മോള് കഴിക്കേ. മതി, കഴിച്ചോ. ഓ, ചെറിയമ്മ കണ്ടില്ലേ ചേച്ചി അനിയത്തി തമ്മിലുള്ള സ്നേഹം? ആ പ്രിയങ്കയ്ക്ക് ഇത് എന്തു പറ്റി? അവൾക്ക് രാധിയെ കണ്ടുകൂടായിരുന്നല്ലോ. രക്ഷിച്ചതിന്റെ പ്രതിഫലം ഇങ്ങനെയാണെങ്കിൽ നമ്മളെ കുറിച്ച് അവൾ അവളുടെ ചേച്ചിയോട് എല്ലാം പറഞ്ഞു കൊടുക്കും. അയ്യോ, രാധിക പറഞ്ഞത് കേട്ടില്ലേ? എന്തിനു കൂടെ നിൽക്കാം, എല്ലാം ശരിയാക്കാന്ന്. അത് ചിലപ്പോ നമ്മളെ കൂടെ ഉദ്ദേശിച്ചായിരിക്കും. കൽപ്പനെ, ഇതങ്ങനെ വിട്ടുകൊടുത്ത് ശരിയാവില്ല. ഈ കൂട്ടുകെട്ട് നമുക്ക് ആപത്താ. പരമേശ്വരേട്ടനും വരുണും എതിരായിട്ടാ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാ പ്രിയങ്ക. അവള് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഒറ്റുകൊടുത്താ നമ്മൾ ഇവിടുന്ന് പുറത്താവും. അതിനു മുൻപ് ചേച്ചി അനിയത്തിയും തമ്മി തല്ലണം. എത്രയും പെട്ടെന്ന് രാധിക ഇവിടുന്ന് പുറത്തിറക്കി വിടണം. തനിച്ചാവുമ്പോ പ്രിയങ്കയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പോ. കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ വ്യക്തത കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. താമസിയാതെ അത് ഞാൻ കണ്ടുപിടിക്കും. അതെന്താ? അതിപ്പോ തൽക്കാലം നീ അറിയണ്ട. എല്ലാവരെയും അറിയിക്കേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. ഒന്ന് ആലോചിച്ച് നോക്കേ. എവിടെയോ കിടന്നൊരു അനാഥ പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് നമുക്കൊക്കെ ഭീഷണിയാവുന്ന രീതിയിൽ വളരുന്നു. ഒന്നുകിൽ രണ്ടിനെയും തീർക്കണം, അല്ലെങ്കിൽ രണ്ടിൽ ഒന്നിനെ കൊല്ലണം.
എന്നിട്ടോ വാ. എങ്ങോട്ടാ ചേച്ചി? ഇന്ന് മുതല് ഈ വീട്ടിലെ എല്ലാ ജോലികളും നീ ചെയ്ത് ശീലിക്കണം. പാചകം പഠിക്കണം, സന്തോഷത്തോടെ എല്ലാവർക്കും വെച്ച് വിളമ്പണം. എന്നെ കൊണ്ട് പറ്റുമോ ചേച്ചി? നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ പഠിപ്പിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇന്നലെ രാത്രി ഒരു ടെൻഷൻ നീ എന്നോട് പറഞ്ഞില്ലേ, ഇവിടുത്തെ ആളുകൾക്ക് നിന്നെ പിടിക്കോ ഇല്ലയോ എന്നൊക്കെ. അതൊക്കെ മാറ്റിയെടുക്കണ്ടേ? പ്രിയ അച്ചടക്കമുള്ള കുട്ടിയാന്ന് അവർക്ക് ബോധ്യപ്പെടണ്ടേ? അതുകൊണ്ടാ പറയുന്നേ. ഞാൻ വരാം ചേച്ചി. എന്താ ചേച്ചി ചിരിക്കുന്നത്? ഒന്നുമില്ല, തയ്യാറുള്ളൊരു മനസ്സ് നിനക്കുള്ളതുകൊണ്ടാ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ നീ വരുന്നേ. ആ അല്ലെങ്കിൽ നീ എന്നെ ചീത്ത പറഞ്ഞ് തിരിഞ്ഞു കിടന്നേനെ. അതൊക്കെ മുൻപല്ലേ ചേച്ചി. ഇനി ഞാൻ ചേച്ചിയെ വഴക്കൊന്നും പറയില്ല. ചേച്ചി എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ശ്രമിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വാ വാ. വെച്ച് വിളമ്പുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? പിന്നല്ലാതെ. പക്ഷേ നിനക്കൊരു കാര്യം അറിയോ? വില മതിക്കാനാവാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ പേരിൽ ഒരു വിലയും കിട്ടാത്ത സാധനമാണ് പെണ്ണുങ്ങള്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാധനങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. പക്ഷേ അടുക്കളയിലെ തീരെ അടുത്തുനിന്ന് ഒരു പെണ്ണുരുകി പോകുന്നുണ്ട്. അവളെ കുറിച്ച് ആരും ചിന്തിക്കൊന്നുമില്ല. ശരി, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചല്ലോ. ഇനി ഞാൻ പറയുന്ന രീതിയിലൊന്ന് കറി വെച്ച് നോക്കാം. ബാക്കി നമുക്ക് രണ്ടുപേർക്ക് കൂടി പതുക്കെ പതുക്കെ ചെയ്യാം. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എന്നെ ഏൽപ്പിക്കാം. ഓക്കെ ആണോ? ഓക്കെ.